ചങ്ങൈമാർ എല്ലാവർക്കും സുഖല്ലേ? നമ്മളെ സംഗിണി ചേച്ചി ലക്ഷ്മിക്കാനത്തില്ലേ, ആ ലക്ഷ്മിക്കാനത്തിന് വീണ്ടും കുരുപൊട്ടി. ആ കുരുപൊട്ടലിന്റെ കാരണം എന്താ വെച്ചാല് കണ്ണൂർ ഒരു മുത്തപ്പ ക്ഷേത്രത്തിൽ ദഫ്മുട്ടൽ നടന്ന് ആ ദഫ്മുട്ടൽ കണ്ടതോടുകൂടി കുലസ്ത്രീയുടെ കുരു സാധാരണ പൊട്ടുന്നതിനും കാട്ടി വളരെ മൃഗീയമായി പൊട്ടി. അങ്ങനെ കുരുപൊട്ടിയ ചേച്ചി അതിനെതിരെ ഒരു വീഡിയോ ചെയ്ത് കുറച്ച് കഴിഞ്ഞാണ് ചേച്ചി മുക്കുന്നതിന് മുമ്പിലെ നമ്മൾ ആ വീഡിയോ അങ്ങ് പൊക്കി. നമുക്കെന്തായാലും ആ സംഗിണി കുലസ്ത്രീ ചേച്ചിയുടെ ആ കുരുപൊട്ടൽ വീഡിയോ ഘട്ടം ഘട്ടമായി കണ്ടിട്ട് വന്നാലോ? വാ. എങ്ങനെ കണ്ണൂരിലെ മുത്തപ്പൻ മടപ്പുരയിലെ അയ്യപ്പൻ പാട്ടിന് ദഫ്മുട്ട് നടത്തുമ്പോഴാണോ അത് കേരള സ്റ്റോറി ആവുന്നത്? നമസ്കാരം, ഞാൻ ലക്ഷ്മി കാണത്ത്. ഇടയ്ക്കിടെ കൂലി മാധ്യമങ്ങള് കൊട്ടിഘോഷിച്ച് അവതരിപ്പിക്കാറുള്ള ഒരു വൺ വേ മതേതരത്വത്തിന്റെ കേരള സ്റ്റോറി വാർത്ത വീണ്ടും വന്നിട്ടുണ്ട്. പുതിയ രൂപത്തിലാണ് കണ്ണൂരിൽ മുത്തപ്പൻ മടപ്പുരയിൽ അയ്യപ്പൻ പാട്ടിന് ദഫ്മുട്ട്. നൃത്ത ചുവടുകളുമായി അൽ ബദരിയ ദഫ്മുട്ട് സംഘം. ആകാശാത് പതിതം തോയം യഥാഗശ്ചതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതിഗശ്ചതി. ഏത് ദൈവത്തെ ആര് ഏത് രൂപത്തിൽ ആരാധിച്ചാലും എല്ലാം ഒരേ ശക്തിയിൽ എത്തിച്ചേരുന്നു എന്ന് വിശ്വസിക്കുന്ന ഹിന്ദുധർമ്മത്തിന് ഒരു വിശ്വാസങ്ങള് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറ്റി നിർത്തുന്നവരുടെ ആരാധനാലയങ്ങളിലാണ് ഇത്തരം അവതരണങ്ങളൊക്കെ നടത്തി അതിനെ കേരള സ്റ്റോറി ആയിട്ട് മാറ്റേണ്ടത്. അത് മാധ്യമങ്ങളോടുള്ള അഭ്യർത്ഥനയാണ്. നിങ്ങൾക്കാർക്കെങ്കിലും നമ്മൾ ഈ കുലസ്ത്രീ സംഗിണി ചേച്ചിയുടെ ദീനരോധനം എന്തിനാണെന്ന് മനസ്സിലായിനാ? അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ചേച്ചി എന്താണ് പറയുന്നത് വെച്ചാല് ആ മുത്തപ്പ ക്ഷേത്രത്തിൽ മുസ്ലിം കുട്ടികൾ ദഫ് മുട്ടിയല്ലോ, അതുപോലെ മുസ്ലിം പള്ളിയിൽ ഹിന്ദുക്കളെ കയറ്റാൻ പറ്റുമെന്നാണ് നമ്മൾ ഈ സംഗിണി കുലസ്ത്രീ ചേച്ചി ചോദിക്കുന്നത്. പിന്നെ ഒന്നാമതെല്ലാം ഈ ചേച്ചിയിലും ഈ ലെവലിലായതിൽ ആരും കുറ്റം പറയാൻ കഴിയില്ല. കാരണം ജനിച്ച് വീണത് തൊട്ടിട്ട് ചാണക കുണ്ടിൽ വർഗീയത മാത്രം പറയുന്ന ആ ചാണക കുണ്ടിലാണല്ലോ ജീവിച്ചത്. അപ്പൊ അതിൽ നിന്ന് ചാണകത്തിന്റെ നാറ്റമല്ലാണ്ട് വേറൊന്നും നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. പിന്നെ ചേച്ചി ഹൈന്ദവനായാലും ശരി ക്രൈസ്തവനായാലും ശരി മുസ്ലിം പള്ളിയിൽ കയറി ചെല്ലുന്നതിന് യാതൊരു കുഴപ്പമില്ല. നേരെ മറിച്ചരി അമ്പലത്തിന്റെ ഉള്ളില് ഹിന്ദുവല്ലാത്ത വേറൊരാൾക്കും പ്രവേശനമില്ല. എന്റെ സംഗിണി ചേച്ചി എന്തിന് ചില സ്ഥലങ്ങളിൽ ഉന്നത കുല ഹിന്ദുക്കല്ലാണ്ട് സാധാരണ ഹിന്ദുക്കൾക്ക് പോലും പ്രവേശനമില്ല. അതുകൊണ്ട് പറഞ്ഞിട്ട് സ്വയം നാറാൻ നിൽക്കല്ലേ എന്റെ കുലസ്ത്രീ സംഗിണി ചേച്ചി. പിന്നെ ഞാൻ കണ്ണൂരായോണ്ടാണ് ചേച്ചിയോട് പറഞ്ഞത്, ചേച്ചി സമയം ഉണ്ടാവുണ്ടല്ല ആ ചാണക കുണ്ടെന്ന് ഇടക്ക് കണ്ണൂരേക്കൊന്ന് ഇറങ്ങണം കേട്ടാ. ഇവിടെ ഉണ്ടല്ലോ ഒരുപാട് മുസ്ലിം പള്ളികളിൽ ഹൈന്ദവര് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. കാട്ടിലെ പള്ളി എന്നൊരു പള്ളിയുണ്ട്. അവിടെ ഉണ്ടല്ലോ ഹിന്ദുക്കൾ വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഹിന്ദുക്കൾ പ്രാർത്ഥിക്കുന്ന ഒരുപാട് പള്ളികൾ. കണ്ണൂർ ചേച്ചി വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിക്ക് ഞാൻ കാണിച്ചു തരാട്ടാ. നമുക്കിനി ചേച്ചിയുടെ അടുത്ത ചാണക കൊണ്ട് വർത്തമാനം കേട്ടിട്ട് വരാം. വാ. മറ്റൊന്ന്, വിഗ്രഹാരാധന എതിർക്കുന്നവര് വിഗ്രഹ രൂപത്തിൽ ഹിന്ദുക്കൾ ആരാധിക്കുന്ന ക്ഷേത്രത്തിൽ എത്തുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ അത് ആചാരങ്ങള് പാലിച്ചുകൊണ്ടായിരിക്കണം. ഭാരതീയമായിട്ടുള്ള വിശ്വാസങ്ങളോടുള്ള അംഗീകാരമായിട്ടാണ് വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നതിന്റെ ഒരു പ്രതീകമായിട്ട് ഇത്തരത്തിൽ ആൾക്കാർ എത്തുന്നതിനെ ഹിന്ദുക്കൾ കാണുന്നത്. അത് സന്തോഷവുമാണ്. പക്ഷെ അത് ആചാരങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം. പാദരക്ഷകൾ അഥവാ ചെരുപ്പുകൾ ഇട്ടുകൊണ്ടായിരിക്കരുത് മാധ്യമ വാർത്തകൾക്ക് വേണ്ടി ഇത്തരം പൊറാട്ട് നാടകങ്ങൾ നടത്തേണ്ടത്. പിന്നെ യഥാർത്ഥ കേരള സ്റ്റോറി മതേതരത്വത്തിന്റെ കൊട്ടിഘോഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ളവരുടെ ആരാധനാലയങ്ങളിൽ, അതായത് അഹിന്ദുക്കളായിട്ടുള്ളവരുടെ ആരാധനാലയങ്ങളിൽ അയ്യപ്പൻ പാട്ട് നടത്തുക, ഗണപതി ഹോമം, ഭഗവതി സേവ, അതുപോലെ രാമായണം വായന. എന്റെ കുലസ്ത്രീ സംഗിണി ചേച്ചി ആ കുട്ടികൾ അവിടെ വന്നിട്ട് ബാങ്ക് കൊടുക്കുകയല്ലല്ലോ ചെയ്തത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഉസ്താദ് വന്നിട്ട് അവിടെ വയത് നടത്തുകയല്ലല്ലോ ചെയ്തത്. ഒരു ദഫ് മുട്ടല് അത് മാത്രമല്ലേ ആ കുട്ടികൾ അവിടെ നടത്തിയിട്ടുള്ളൂ. പിന്നെ ആ ദഫ് മുട്ടലുണ്ടല്ല അത് അത്ര വലിയ ഇസ്ലാമിക പരിപാടിയൊന്നല്ല കേട്ടാ. ദഫ് മുട്ടുന്ന ഒരുപാട് ഹിന്ദുക്കൾ വേണമെങ്കിൽ ഞാൻ സംഗിണി ചേച്ചിക്ക് കാണിച്ചു തരാം. അതൊക്കെ ചേച്ചിക്ക് മനസ്സിലാണെങ്കിട്ടില്ല. ഈ ചാണകം മാറ്റിട്ട് ഇടക്ക് ബുദ്ധി കൊണ്ടും മനസ്സുകൊണ്ടും ചിന്തിക്കണം കേട്ടാ. ചേച്ചി പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. പറ്റില്ല എന്ന് എനക്കറിയാം, എന്നാലും ഒന്ന് ശ്രമിച്ചു നോക്ക് ചേച്ചി. പിന്നെ ആ മുസ്ലിം കുട്ടികൾ അവിടെ വന്നത് വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നത് കൊണ്ടല്ല ചേച്ചിയെ, ഹൈന്ദവ ആരാധനയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ് ആ കുട്ടികൾ അവിടെ വന്നത്. അങ്ങനെ പരസ്പര വിശ്വാസം മാത്രമല്ല ചേച്ചിയെ വേണ്ടത്, പരസ്പര ബഹുമാനം കൂടിയാണ് വേണ്ടത്. മതങ്ങൾ തമ്മിൽ പരസ്പര ബഹുമാനം. നമുക്ക് കുലസ്ത്രീ ചേച്ചിയുടെ അടുത്ത മനോഹരമായ കുരുപൊട്ടൽ കണ്ടിട്ട് വരാം. വാ. ഒന്നുമില്ലെങ്കിൽ അവരുടെ ആരാധന കഴിഞ്ഞിട്ട് ഈ ഭാരതമാതാവിനെ പ്രകീർത്തിക്കുന്ന എത്രയോ ഗണഗീതങ്ങളുണ്ട്. പരമ പവിത്രമതാമി മണ്ണിൽ എന്നൊക്കെ തുടങ്ങുന്ന ഗാനങ്ങളുണ്ട്. അത് ആചാരപൂർവം ഹൈ അതിന്റെ ഇടക്കണ്ടല്ല ആ പരമ പവിത്രന അങ്ങ് കുത്തിക്കേറ്റല്ല എന്റെ ചേച്ചിയെ. അത് നമ്മുടെ ഹിന്ദു ക്ഷേത്രത്തിൽ പോലും പാടാൻ വിടില്ല. പിന്നെ എപ്പോഴെങ്കിലും സംഘികൾ മാത്രമുള്ള സ്ഥലങ്ങളിൽ ഗാനമേളക്ക് പാടുന്നുണ്ടാവും. ആ പാട്ടൊന്നും ഹിന്ദു ക്ഷേത്രത്തിൽ പോലും പാടാത്ത പാട്ട് നിങ്ങൾ വെറുതെ അവരെ കൊണ്ട് പാടിപ്പിക്കാൻ നിൽക്കല്ലേ എന്റെ സംഗിണി കുലസ്ത്രീ ചേച്ചിയെ. അതുകൊണ്ട് ഇതിന്റെ ഇടക്കൂടിയുള്ള ആ ഗണഗീതം കുത്തിക്കേറ്റലുണ്ടല്ല അതിവിടെ തൽക്കാലം എന്റെ കുലസ്ത്രീ കൊണ്ടുവരണ്ട. നമുക്ക് കുലസ്ത്രീയുടെ അടുത്ത ദീന രോദനം കേട്ടിട്ട് വരാം.
പാടാം, ദേശത്തിനോടുള്ള രാജ്യത്തിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാം. കാരണം മനസ്സാണ് മാറേണ്ടത്. ഇതുപോലെ വേഷത്തിലും വിചാരത്തിലുമെല്ലാം ഈ ഭാരതീയരല്ല എന്നുള്ള രീതിയിൽ പെരുമാറിക്കൊണ്ട് ഇങ്ങനെയുള്ള പ്രകടനങ്ങൾ നടത്തിയിട്ടല്ല മതേതരത്വം കാണിക്കേണ്ടത്. ആദ്യം വിചാരവും വേഷവുമെല്ലാം ഭാരതീയമാക്കാൻ ശ്രദ്ധിക്കുക. അല്ലാതെ വാർത്തകൾക്ക് വേണ്ടി ഇത്തരത്തില് ഹിന്ദുവിന്റെ ക്ഷേത്രങ്ങളിൽ മാത്രം കയറി തുള്ളിച്ചാടി വൺ വേ കേരള സ്റ്റോറി എന്ന് കുട്ടിഘോഷിക്കുമ്പോൾ മറുവശവും പറയേണ്ടി വരും. നന്ദി, നമസ്കാരം. വന്ദേ മാതരം. നന്ദി, നമസ്കാരം. കുലസ്ത്രീ ചേച്ചിയെ, നിങ്ങൾ മറുവശം എന്താ ഇവിടെ പറഞ്ഞത്? നിങ്ങൾ ആകെ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിലുള്ള ചാണകവശം മാത്രമാണ്. നിങ്ങളുടെ മനസ്സിലുള്ള വർഗീയതയുടെ ചാണകവശം മാത്രം. ഇത് പിന്നീടല്ല ഒരു ഹിന്ദുവിന്റെ വശമല്ലാട്ടാ കുലസ്ത്രീ സംഗിണി ചേച്ചിയെ. നിങ്ങൾ സംഘികളുടെയും നിങ്ങൾ സംഗിണി കുലസ്ത്രീകളെയും മാത്രം വശമാണ്. ആ വശം ഹിന്ദുവിന്റെ വശാന്ന് പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ കൊണ്ടുപോകാൻ നിൽക്കണ്ട കേട്ടാ. പിന്നെ എന്റെ കുലസ്ത്രീ സംഗിണി ചേച്ചി ഇപ്പൊ പറയുന്നിട്ട് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ ഭാരതീയമായ വേഷത്തിലും ഭാഷയിലും നടക്കുന്നില്ല എന്ന്. എന്താണ് ഭാരതീയമായ ഭാഷയും എന്താണ് ഭാരതീയമായ വേഷവും? അതൊന്ന് പറഞ്ഞുതരും എന്റെ കുലസ്ത്രീ സംഗിണി ചേച്ചി. ഭാരതീയർക്ക് എവിടെയാണ് പ്രത്യേകമായ വേഷവും പ്രത്യേകമായ ഭാഷയും ഉള്ളത്? അതിനെ പറ്റിയൊക്കെ മനസ്സിലാണെങ്കില്ല കുറച്ചെങ്കിലും ബോധവും വിവരം വേണം. കുറച്ചു പോലും ബോധവും വിവരമില്ലാത്ത ഈ കുലസ്ത്രീ സംഗിണി ചേച്ചിക്കല്ല അതിനെപ്പറ്റി എവിടെ മനസ്സിലാക്കാനാണ് ഭാരതീയമായ വേഷവും ഭാഷയും പോലും. എന്തുണ്ടമ്പൊരു വർത്തമാനം നിങ്ങൾ ഈ പറയുന്നത്? പിന്നെ ചേച്ചി ഒരു കാര്യം കൂടി മനസ്സിലാക്കണം കേട്ടാ. ഈ പരിപാടി നടന്നത് കണ്ണൂരാണ്. കണ്ണൂര് മുത്തപ്പ ക്ഷേത്രത്തില്. കണ്ണൂരുകാരും മുത്തപ്പനും തമ്മിൽ നിങ്ങൾ അറിയാത്ത ഒരു വലിയൊരു ബന്ധമുണ്ട്. അതായത് കണ്ണൂരുകാർ കേട്ടാ, കണ്ണൂരിലെ ഹിന്ദുവും മുത്തപ്പനും തമ്മിലല്ല, കണ്ണൂരിലെ എല്ലാ മതക്കാരും കണ്ണൂരിലെ മുത്തപ്പനും തമ്മിൽ ഒരു വലിയ ബന്ധമുണ്ട്. അത് ചേച്ചിയെ പോലുള്ള വർഗീയവാദികൾക്ക് എങ്ങനെ നോക്കിയാലും ആ ബന്ധം കാണാൻ കഴിയില്ല. മുത്തപ്പൻ പറയുന്ന ഒരു വാക്കെന്താണെന്ന് ചേച്ചിക്ക് അറിയോ? എന്നെ കാണാതെ പോകുന്നവരെ ഞാൻ തിരിച്ചു വിളിക്കാറുമില്ല, എന്നെ കാണാൻ വരുന്നവരെ ഞാൻ മടക്കാറുമില്ല എന്നാണ് കണ്ണൂരിലെ മുത്തപ്പൻ പറയാറ്. അതുകൊണ്ട് ചേച്ചിയുടെ സംഘിക്കളി ഉണ്ടല്ല, അത് കണ്ണൂരിലെ മുത്തപ്പന്റെ അടുത്തേക്ക് കൊണ്ടുവരണ്ടട്ടാ. അത് നാലായി മടക്കിരി ചേച്ചിയുടെ സംഘികൾ മാത്രമല്ല അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി. അതുകൊണ്ട് വേഷത്തിലും ഭാഷയിലല്ല ഹൈന്ദവത കാണിക്കേണ്ടത്, മനസ്സിലാണ് കാണിക്കേണ്ടത്. മനസ്സിലെ ഭക്തിയിലാണ് കാണിക്കേണ്ടത്. മറ്റു മതങ്ങളെ ബഹുമാനിക്കുന്നതിലാണ് ഹൈന്ദവന്റെ ഭക്തി കാണിക്കേണ്ടത്. അത് ചേച്ചിയെ പോലെ മനസ്സിൽ ചാണകത്തിന്റെ വർഗീയത കൊണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും മനസ്സിലാവില്ല. എന്നാൽ എന്റെ കുലസ്ത്രീ എന്താണ് കുലസ്ത്രീയെ നിങ്ങൾ ഒരിക്കലും നന്നാത്തത്? അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ കുലസ്ത്രീ സംഗിണി ചേച്ചിക്കും എന്റെ ഒരു നല്ല സുലാൻ.